ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അസിസിയ മീറ്റിയിൽ. ഇന്നത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഓട്സ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പി കൂടിയാണ്. പലർക്കും ഇഷ്ടമല്ലാത്തതാണ് ഈ ഓട്സ്, പക്ഷേ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഏകദേശം 2 ചെറിയ കപ്പ് ഓട്സ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓട്സിൻ്റെ അളവിനനുസരിച്ച് ഞാനിവിടെ 2 കപ്പ് എടുത്തുകൊണ്ട് തന്നെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് എടുത്താൽ 1 മുട്ട ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ഓട്സ് ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കുക. മുട്ടയും ഓട്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് ഓട്സ് എടുത്തുകൊണ്ട് തന്നെ 1 കപ്പ് പാൽ. ഇനി ഇതിലേക്ക് കുറച്ച് സവോള, പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, ഇത്രയും വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളൊരു പാൻ വെക്കുകയാണ്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അത് നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്ത ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച ഓട്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലപോലെ ഒഴിച്ച ശേഷം അത് നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വേണം, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അടച്ചു വയ്ക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് തക്കാളി കൂടി ഇതിൻ്റെ മേളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണം നിർബന്ധമില്ല, തക്കാളിയുടെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇത് മറിച്ചിടുക. ഓട്സ് നമ്മൾ നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. നല്ലപോലെ വെന്ത് കിട്ടും, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണത്. ഇഷ്ടമില്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.